ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ബാക്കിയാവുകയില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. താങ്കളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു ജീവിതമായിരിക്കും. ആ രൂപത്തിലാണ് ഈ നിസ്കാരത്തെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ ഉപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ ബഹുമാനപ്പെട്ടവരോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്വലാത്തു തസ്ബീഹ് ഒരാൾ ഒരു ദിവസം ഒരു തവണ ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിവാക്കാതിരിക്കുന്നതും വളരെ നല്ലതാണ്. ഈ തസ്ബീഹ് നിസ്കാരം എന്ന അമല് ബഹുമാനപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നതുമായി ബന്ധപ്പെട്ട ആ ദിക്റിനുമായി ബന്ധപ്പെട്ട ഒരു നിസ്കാരമാണ്. ഒരു ഖാസായ നിസ്കാരം തന്നെയാണ്. ഈ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ദിക്റിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാമല്ലോ. ആ ദിക്ർ സത്യത്തിൽ പരലോകത്തെ ഒരു പ്രത്യേകമായ, സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ അവന്റെ ഉദ്യാനത്തിലെ ഒരു ചെടിയാണ്. അത് എത്രമേൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നോ അത്രമേൽ അവന്റെ സ്വർഗം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ മിഅ്റാജിന്റെ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാരണവശാലും ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഈ ഒരു അമല്, ആ ഒരു ദിക്ർ, ഔസി ഉമ്മത്തക, അങ്ങയുടെ ഉമ്മത്തിനോട് അത് വസിയത്ത് ചെയ്യുകയും അതവർക്ക് സ്വർഗത്തിലെ വലിയ നിധിയായും സ്വർഗത്തിലെ വലിയ മനോഹരമായ ഉദ്യാനമായും ലഭിക്കുമെന്നും മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ദിക്റിന്റെ പ്രാധാന്യം. മാത്രമല്ല ആ ദിക്റിന് വേറെയും പ്രാധാന്യമുണ്ടല്ലോ. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 വാക്കുകളാണ്. വഹുന്ന മിനൽ ഖുർആനി, ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ഖുർആനിലുണ്ട്. ഏതാണ് 4 വാക്ക്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും എല്ലാം ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ അതാണ്. ബഹുമാനപ്പെട്ട മലായിക്കത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റും അതാണ്. മലായിക്കത്ത് അവരുടെ സഞ്ചാരങ്ങളിലെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും അതാണ്. വാനലോകത്തെ ബൈത്തുൽ മഅമൂറിനെ ബഹുമാനപ്പെട്ട മലക്കുകൾ തവാഫ് ചെയ്യും. ആ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളകളിൽ മഹാന്മാരായ മലായിക്കത്ത് തവാഫിൽ ചെല്ലുന്ന ദിക്റും ഇത് തന്നെയാണ്. അതുകൊണ്ടൊരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഈ തസ്ബീഹ് നിസ്കാരത്തെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ അത് ചെയ്യുന്നത് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് മറ്റു പല ആളുകളും അത് ഗൗരവമായി പരിഗണിക്കൂല. അതിൻ്റെ ഒരു പ്രാധാന്യം അതെപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ലാതെ ചിലർ അതിന് അത്ര ഗൗരവമായ പ്രാധാന്യം കൊടുക്കൂല. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കൂല. ഈ അമലുകളൊക്കെ ഉള്ള നേട്ടം എന്താ? ആ അമലുകൾ നമുക്ക് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. അള്ളാഹുമായുള്ള ആ ഒരു പ്രത്യേകമായ ഒരു മുനാജാത്ത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഈ വചനം കൊണ്ട് നമ്മൾ അള്ളാഹുമായി മുനാജാത്ത് ചെയ്യണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ബഹറാജാണല്ലോ, അള്ളാഹുവിലേക്ക് അടിമ കയറിപ്പോകലാണല്ലോ. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിക്ർ കൊണ്ട് ശറഅക്കപ്പെട്ട ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളും തമ്മിലുള്ള അകലം കുറയുകയും വീണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സാലിഹ്യങ്ങളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാര് ദിവസം ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കാരം പതിവാക്കിയിരുന്നത്. മുൻഗാമികളായ സാധാരണക്കാരായ സാലിഹ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യും. ദിവസേന ചെയ്യുന്നവരുണ്ടായിരുന്നു ധാരാളം. എല്ലാ ദിവസവും ഒരു പ്രത്യേക സുന്നത്താണത്, ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമാണത്. ഓരോ ദിവസവും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇഷ്ടം പോലെ മഹാന്മാരുണ്ടായിരുന്നു ചരിത്രത്തിൽ. ഞാൻ ആ ഭാഗത്തേക്ക് പോരാ. ഈ അത്രയും പ്രധാനപ്പെട്ട ഈ അമലിനെ നമ്മൾ യാതൊരു കാരണവശാലും സാരവൽക്കരിക്കരുത്. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം അധികരിക്കും. അള്ളാഹുമായി ബന്ധം അധികരിച്ചാലുള്ള ഗുണം എന്താണ്? അള്ളാഹും അവനും തമ്മിൽ ഹിജാബില്ലാതെയാവും, മറയില്ലാതാവും. മറയില്ലാതായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് മറയില്ലാതായുള്ള നേട്ടം നമുക്കറിയാലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയാണ്, മൂസ
അള്ളാഹുമായി സംസാരിച്ചു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പോൾ മൂസാ നബി ചോദിച്ചു, റബ്ബേ ഇത്രയേറെ എനിക്ക് ഫദ്ൽ നൽകി, ഇങ്ങനെ നീ ഫദ്ൽ നൽകുന്ന വേറെ ആരെങ്കിലോ എല്ലാ സമുദായങ്ങളോ ഉണ്ടോ? അപ്പോൾ അല്ലാഹു തആല മൂസാ നബിയോട് പറയും, ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കിടയിൽ 70,000 മറയുണ്ട്. എന്നാൽ അവസാനം വരുന്ന നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായമുണ്ട്. ആ സമുദായത്തിന് ഞാൻ റമളാൻ മാസത്തിൽ നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നോമ്പ് തുറക്കുന്ന നേരത്തെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാനും അവരും തമ്മിൽ ഒരു മറ പോലും ഉണ്ടാവില്ല. അതായത് മഹാനായ മൂസാ നബിയും അള്ളാഹും സംസാരിച്ചപ്പോൾ 70,000 മറുണ്ട്. നോമ്പ് തുറക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറ ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് തുറക്കുന്ന നേരത്തെ നമ്മൾ ദുആ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മറയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു നേരമാണത്. മറയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രയാണ് എന്നതുപോലെയാണ് ഈ അമൽ. നമ്മളും അള്ളാഹും തമ്മിലുള്ള മറ നീങ്ങിക്കൊണ്ടേയിരിക്കും. അവനാണ് മുഖറബ് എന്ന് പറയാം. വസ്സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ. നന്മയിലേക്ക് മുൻകടന്ന് ചെയ്യുക, വീണ്ടും ചെയ്യുക, മുൻകടന്ന് വീണ്ടും മുൻകടക്കുക. വസ്സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ. അവർ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള നേട്ടം എന്താണ്? അവർക്ക് ഖബർ തന്നെ സുഗന്ധത്തോട്ടമാക്കി കൊടുക്കും. فأما إن كان من المقربين فروح وريحان وجنة نعيم. فأما إن كان من المقربين, അവൻ മുഖറബീങ്ങളിൽപ്പെട്ട ആളായി മാറിയാൽ, അതായത് അള്ളാഹുമായി ഇഷ്ടപ്പെട്ട അമലുകൾ ഇങ്ങനെ അധികം ചെയ്യുക, അതിൽപ്പെട്ട ഒരു അമല തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം അധികമായി ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ മുഖറബായി മാറും. എന്നാൽ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം, ഫറൗഹും വറൈഹാനും, വലിയ ആനന്ദമുണ്ടാകും, വലിയ സുഗന്ധത്തോട്ടമുണ്ടാകും. മനോഹരമായ സുഗന്ധത്തിലെ തോട്ടം എവിടെയുണ്ടാകും? ഖബർ തന്നെ ഉണ്ടാവും. സ്വർഗം പിന്നെയും ഉണ്ടാവും. ഖബർ തന്നെ സുഗന്ധത്തോട്ടമായി മാറും. യുമദ്ദു ലഹു മദ്ദ ബസരിഹി, മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ടല്ലാതെ ഈ മനുഷ്യനെ അഭിമുഖീകരിക്കുകയേ ഇല്ല. ഒരു തസ്ബീഹ് നിസ്കാരം എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഇനി റമളാൻ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിച്ചു പോകും. റമളാൻ കഴിഞ്ഞാലോ കഴിയുമെങ്കിൽ നിലനിർത്തുക, അല്ല ആഴ്ചയിലെങ്കിൽ നിലനിർത്തുക. വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന വൃദ്ധന്മാർ, വൃദ്ധകൾ, മധ്യവയസ്കന്മാർ, പണിയൊക്കെ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ മക്കൾ നോക്കുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായ അങ്ങനത്തെ ഇഷ്ടം പോലെ ആളുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ടല്ലോ. ഇഷ്ടം പോലെ ആളുകൾ. ഒരു കാലത്ത് ഗൾഫും അധ്വാനമൊക്കെ ആയിരുന്നു. പിന്നെ അല്ലാഹു നിഅമത്ത് ചെയ്ത് ഇപ്പോൾ വീടായി, പള്ളിയായി, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നു. കാര്യങ്ങളെല്ലാം മക്കൾ നിർവഹിക്കാനുണ്ട്, മക്കൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ നിഅമത്താണ്. അല്ലാഹു മനുഷ്യൻ കൊടുക്കുന്ന വലിയ നിഅമത്താണ്. കാര്യങ്ങളൊക്കെ അല്ലാഹ് അങ്ങനെ നടന്നു പോകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട്, പള്ളി, ദീൻ കാര്യങ്ങൾ, അവർ അത്യാവശ്യം മാർക്കറ്റിൽ പോയി എന്തോ സാധനം കൊണ്ടുവരണം, കുടുംബ വീടുകളിൽ ഇടക്കിടക്ക് ഒന്ന് പോകണം, അല്ലാത്ത പണിയൊന്നും ഉണ്ടാവില്ല. വീടുകളിൽ ഒടുങ്ങും. പിന്നെ ഇബാദത്തും കാര്യം അത് അള്ളാഹു അവസാന കാലഘട്ടത്തിൽ നമുക്കൊരു അള്ളാഹിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പെൻഷൻ കാലത്തൊരു കോട്ടയാണ്. അള്ളാഹു ഒരു പ്രത്യേക അനുഗ്രഹം ചെയ്യണം. അത്തരം ആളുകൾക്ക് ദിവസം ചെയ്യാൻ കഴിയും. ഒരു 300 തസ്ബീഹ് കൊണ്ട് എന്ത് ചെയ്യാൻ? 4 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിനും 75 തസ്ബീഹ് വീതം. അങ്ങനെ പകലാണെങ്കിൽ 4 റക്അത്ത് കഴിഞ്ഞ് ഒറ്റ സലാം വീട്ടൽ. ഇടയിൽ അത്തഹിയാത്തൊന്നുമില്ല. 4 റക്അത്ത് കഴിഞ്ഞ് ഒറ്റ സലാം വീട്ടൽ. രാത്രിയാണെങ്കിലോ 2 റക്അത്ത് സലാം വീട്ട്. എന്തുകൊണ്ട്? സ്വലാത്തുൽ ലൈലി മസ്ന, രാത്രി നമസ്കാരങ്ങളെല്ലാം ഈ രണ്ടാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ ചെയ്യാം. 2 റക്അത്തിൽ തഹിയാത്ത് സലാം വീട്ടിയിട്ട് അടുത്ത 2 റക്അത്ത് പകലും അങ്ങനെയും ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റും. ഏതായാലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം അതിനെപ്പറ്റി കേട്ടിട്ട് അതിനൊരാൾ അറിഞ്ഞിട്ട് അതിനെ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ ദീനിനെ നിസ്സാരപ്പെടുത്തിയ ആളല്ലാതെ അങ്ങനെ ചെയ്യൂല എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒരുപാട് മഹാന്മാർ ഇതുപോലെ തത്വന്യമായി രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇതിന്റെ വ്യാഖ്യാനത്തിൽ സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തുന്നു, നിനക്ക് കഴിയുമെങ്കിൽ അം തുസല്ലിയഹ, സ്വലാത്തുൽ തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു തവണ ചെയ്യാൻ കഴിയുമെങ്കിൽ ഫഫഅൽ ചെയ്യ്. വീട്ടിൽ ഒതുങ്ങി വലിയ പണിയൊന്നും ഇല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ ഇല്ലേ? അങ്ങനത്തെ ആളുകൾ അവർ മൊബൈലും കൊണ്ട് സമയം കളയുന്നു, ചിലർ ടി വിയിൽ വാർത്തയും മറ്റും കാണുന്നു, ചില ആളുകൾ പത്രങ്ങൾ മടക്കി മടക്കി വായിച്ച് നേരം കളയുന്നു. എന്നിട്ട് എന്താ ലഭിക്കാനുള്ളത്? അതേ സമയത്ത് ഇന്ന് മുതൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു വട്ടെങ്കിലും അത് ചെയ്യാം. ഏതെങ്കിലും ഒരു സമയം, ഒന്നിരിക്കൽ ദുഹാ സമയം, ദുഹാ നിസ്കരിച്ചിട്ട് തസ്ബീഹും കൂടി നിസ്കരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ രാത്രിയിലെ തഹജ്ജുദിന്റെ നേരത്ത് കുറച്ച് വിശാലമായ സമയം കണ്ടെത്തി ചെയ്യുക. പകലൊക്കെ ആണെങ്കിലോ രാത്രി വേറെയും കുറെ അമലുകൾ ഉണ്ടാവും. രാത്രി ചെയ്യേണ്ട അമലുകൾ വേറെയും ഒക്കെ ഉണ്ടാവും. പവിത്ര നമസ്കാരം 11 റക്അത്ത് പൂർത്തിയായി നിസ്കരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേ സമയത്ത് സ്വലാത്തു തസ്ബീഹിന് ഇത്തരം ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾക്ക് നല്ലത് എന്താണ്? അവർക്ക് പകലൊക്കെ തന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. എന്റെ അടിമ സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് ഞാനാവും, അവന്റെ കൈ ഞാനാവും, അവന്റെ കാല് ഞാനാവും, അവന്റെ ചെവി ഞാനാവും എന്നാണ്. എന്റെ അർത്ഥം എന്താ? ഒരർത്ഥം എന്താണ്? അവന്റെ കൈയാണ് പൊന്തിച്ചാൽ അള്ളാഹു ആ കൈമൽ അള്ളാഹിന്റെ ഒരു പ്രത്യേക തൗഫീഖ് ഉണ്ടാവും, ആ ഉത്തരം കിട്ടും. അവനെവിടെ തൊട്ടാലും അതിൽ ബർക്കത്തുണ്ടാവും. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയൻ വജഅലനി മുബാറകൻ എന്ന് പറഞ്ഞില്ലേ? എവിടെ തൊട്ടാലും ബർക്കത്തുണ്ടാവും. ആ ഉമ്മ അടുക്കളയിലുണ്ടെങ്കിൽ ആ അടുക്കളയിൽ ബർക്കത്തുണ്ടാവും. ആ പെണ്ണിന് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും. ആ പെണ്ണിന് എവിടെ ഉണ്ടെങ്കിൽ അവിടെ ബർക്കത്തുണ്ടാവും. എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിച്ച പെണ്ണുങ്ങൾക്ക് സമയമില്ലേ? കുറഞ്ഞ നേരം പോരെ അള്ളാഹുവിലേക്ക് മുഖറബാകാൻ. അവളുടെ നടക്കുന്ന കാല് ഞാനാവും. എന്നാൽ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തിലേക്ക് ആ കാല് നടക്കൂല. ആ കാലിൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ ബർക്കത്തുണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രാഥമിക സാരം. അല്ലാത്ത സാരങ്ങൾ ഇഷ്ടം പോലെ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, തസ്ബീഹ് നിസ്കാരം കഴിയും. എങ്ങനെ തസ്ബീഹ് നിസ്കരിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേ, മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളോട് ഹബീബായ നബി പറഞ്ഞു, അലാ ഉഅതിയക അലാ അംനഹക അലാ അഹബുക ബി ജൈഇൻ ഇദാ അൻത ഫഅൽതഹു വഫറല്ലാഹു ലക ദംബക അവലഹു വആഖിറഹു ഖദീമഹു വഹദീതഹു വഹതഅഹു വഅംദഹു വസിറഹു വഅലാനിയതഹു. ഞാൻ 4 നിസ്കാരം ഒരു അമല് പഠിപ്പിച്ചു തരാം. അത് ചെയ്താലോ, മുമ്പ് ചെയ്തതും പിമ്പ് ചെയ്തതും, അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും, രഹസ്യമായതും പരസ്യമായതും എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അള്ളാഹിന്റെ പൊരുത്തക്കാരനാവും, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവനാകും. എന്താണത്? തുസല്ലി 4 റക്അത്ത് നിസ്കരിക്കുക. തഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി വസൂറ. ഓരോ റക്അത്തിലും ഫാത്തിഹയും ഒരു സൂറത്ത് ഓതുക. ചില മഹാന്മാർ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും അൽഹാകും തകാസുറും, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വൽ അസ്രി സൂറത്തും, പിന്നെ 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, 4-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അവനവന്റെ സൗകര്യം പോലെ ചെയ്യാം. അതിൽ ഇന്ന സൂറത്ത് എന്ന് കണിശ നിർബന്ധമൊന്നുമില്ല എവിടെയും. ഇതൊരു നല്ല ശൈലിയായിട്ട് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ റക്അത്തിൽ അൽഹാകും തകാസുർ, 2-ാമത്തെ റക്അത്തിൽ വൽ അസ്രി, 3-ാമത്തെ റക്അത്തിൽ കാഫിറൂന, 4-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ചില രേഖകൾ ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. ഫൈദാ ഫറഗ്ത മിനൽ ഖിറാഅത്തി ഫീ അവൽ റക്അത്തിൻ വഅൻത ഖായിം. സൂറത്ത് കൂടി ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? തഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മറ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, അതായത് ഫാത്തിഹ ഓതി തക്ബീർ കെട്ടി ഞാനിതാ തസ്ബീഹ് നിസ്കരിക്കുന്നു നിയത്ത് ചെയ്തു. 4 റക്അത്ത് ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ നിയത്ത് ചെയ്യാം. അല്ലാണെങ്കിൽ 2 റക്അത്താണെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ നിയത്ത് ചെയ്യാം. 2 റക്അത്ത് പിന്നെ 2 റക്അത്ത് നിയത്ത് ചെയ്യാം. അങ്ങനെ
ആ 2 റക്അത്ത് നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ദുആഉൽ ഇഫ്തിതാഹായ അജ്ഹത്ത് ഓതി പിന്നെ ബഹുമാനപ്പെട്ട ഫാത്തിഹ സൂറത്ത് ഓതി ഫാത്തിഹ സൂറത്ത് ഓതി ഒരു സൂറത്ത് ഓതി ഏത് എന്റെ സൗകര്യം പോലെ ചെയ്യും. ആ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? 15 തവണ റുക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 വട്ടം ചൊല്ലുക. എന്നിട്ട് റുക്കോയിലേക്ക് പോവുക. റുക്കോയിൽ 10 വട്ടം ചൊല്ലുക. റുക്കോയിന്റെ ദിക്റിന് പുറമെ പിന്നെ ഇഅ്തിദാലിലേക്ക് വരിക. ഇഅ്തിദാലിലെ ദിക്റിന് പുറമെ 10 വട്ടം. പിന്നെ സുജൂദിലേക്ക് പോവുക. സുജൂദിലെ ദിക്റിന് പുറമെ 10 വട്ടം. പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിൽ വരിക. ഇടയിലെ ഇരുത്തത്തിലെ ദുആന്റെ ആ ദുആക്ക് ശേഷം 10 വട്ടം. രണ്ടാമത്തെ സുജൂദിൽ അതിന്റെ ദിക്റിന് ശേഷം 10 വട്ടം. അത് കഴിഞ്ഞ് ജിൽസത്തുൽ ഇസ്തിറാഹയിൽ ഒരു ഇരുത്തം ഇരിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് എണീക്കുന്നതിന്റെ എണീക്കലിൽ എണീക്കുമ്പോൾ സുജൂദിൽ നിന്ന് ഒരു ഇരുത്തം ഇരിക്കുക. ഒരു ചെറിയ ഇരുത്തം. അവിടെയും ഒരു 10 വട്ടം ചെല്ലുക. എന്നിട്ട് രണ്ടാമത്തെ റക്അത്ത്. ഇതാണ് ഒരു ശൈലി. ഇനി വേറെയും ശൈലിയുണ്ട്. അപ്പോൾ 75 വട്ടമായി ഒരു റക്അത്തിൽ. അങ്ങനെ ആവും 4 റക്അത്തിൽ 300 ആവും. ഫാത്തിഹ കഴിഞ്ഞ് ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ 15 വട്ടം. പിന്നെ റുക്കോയിൽ 10 അപ്പോൾ 25ആയി. പിന്നെ ഇഅ്തിദാലിൽ 10 35ആയി. പിന്നെ സുജൂദിൽ 10 45ആയി. സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ 10 55ആയി. പിന്നെ രണ്ടാമത്തെ സുജൂദിൽ 10 65ആയി. പിന്നെ സുജൂദും കഴിഞ്ഞിട്ടുള്ള ഇരുത്തത്തിൽ 10 75ആയി. ഇതൊരു ശൈലിയാണ്. ഇനി രണ്ടാമത്തെ ശൈലി, വേറൊരു ശൈലിയും ഉണ്ട്. അതെങ്ങനെ രണ്ടാമത്തെ ശൈലി? വജ്ഹത്ത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് കയറി, വജ്ഹത്ത് കഴിഞ്ഞു, ഫാത്തിഹ തുടങ്ങിയിട്ടില്ല 15 വട്ടം. പിന്നെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ട് 10 വട്ടം. അപ്പോൾ നൃത്തത്തിൽ തന്നെ 25 വട്ടം. പിന്നെ റുക്കോയിൽ 10, ഇഅ്തിദാലിൽ 10, സുജൂദിൽ 10, ഇരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10. അപ്പോൾ പിന്നെ 75ആയി. അപ്പോൾ പിന്നെ ജിൽസത്തുൽ ഇസ്തിറാഹയിൽ പിന്നെ അവിടെ 10 ചെല്ലേണ്ടതില്ല. ജിൽസത്തുൽ ഇസ്തിറാഹ ചെറിയ ഒരു വിശ്രമമാണ്, ചെയ്യാം. അങ്ങനെയുമാകാം ഇങ്ങനെയോ അവനവന്റെ സൗകര്യത്തിന് ചെയ്യാം. അവനവന്റെ സൗകര്യം എന്താണ് അങ്ങനെ ചെയ്യാം. ചിലർക്ക് ഇരുന്ന് ചെല്ലലായിരിക്കും ഇഷ്ടം, അപ്പോൾ അവരെ അങ്ങനെ ചെയ്യാം. ചില ആളുകൾക്ക് നിൽക്കാം, അതായിരിക്കും താല്പര്യം, അങ്ങനെയും ചെയ്യാം. ഈ 2 ശൈലിയും അതിന്റെ മാർഗമാണ്. ഈ 2 മാർഗത്തിലും അത് ചെയ്യാം. ഒരു റക്അത്തിൽ 75 വട്ടം. അപ്രകാരം രണ്ടാമത്തെ റക്അത്ത്, അപ്രകാരം മൂന്നാമത്തെ റക്അത്ത്, അപ്രകാരം 4-ാമത്തെ റക്അത്ത്. അങ്ങനെ വന്നാൽ അൽഹംദുലില്ലാഹ് 75 തവണ, 300 തവണ. അത് തന്നെ. تقول سبحان الله والحمد لله ولا اله الا الله والله اكبر نرتتل 15 مرة. ثم تركع فتقول وانت راكع 10 مرات. ثم ترفع من الركوع فتقول قائما 10. ثم تسجد فتقول 10. ثم ترفع من السجود فتقولها جالسا 10. ثم تسجد وانت تقولها وانت ساجد 10. ثم ترفع من السجود فتقولها 10. فذلك 75 في كل ركعة. അങ്ങനെ ഇതാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി. അങ്ങനെയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത്തെ രീതിയും ഉണ്ട്. രണ്ടാമത്തെ രീതിയും ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ, നൃത്തത്തിന് 25 ആക്കുക, ഫാത്തിഹ തുടങ്ങുമ്പോൾ 15, പിന്നെ സൂറത്ത് കഴിഞ്ഞാൽ 10. അങ്ങനത്തെ ഒരു ശൈലിയും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇതാണ് ആദ്യം പറഞ്ഞ ശൈലിയാണ് ഏറ്റവും നല്ല ശൈലി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ബാക്കിയാവുകയില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. താങ്കളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു ജീവിതമായിരിക്കും. ആ രൂപത്തിലാണ് ഈ നിസ്കാരത്തെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ ഉപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ ബഹുമാനപ്പെട്ടവരോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഇത് പറഞ്ഞുകൊണ്ട് മഹാന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു ആനത്തിൽ പറയുകയാണ്, ഇനിസ്തതാഅത എന്നിട്ട് 4 റക്അത്ത് കഴിഞ്ഞ സലാം വീട്ടുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക തന്നെ. ഇനിസ്തതാഅത തുസല്ലിയ ഫീ കുല്ലി യൗമിൻ മറ, ദിവസം 1 വട്ടം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യണം. ദിവസം 1 വട്ടം. വളരെ പ്രധാനപ്പെട്ട അമൽ, പ്രത്യേക അമലാണ്, വളരെ പ്രധാനപ്പെട്ട അമലാണ്. ഫൈലം തസ്തതിഅ, അങ്ങനെ ഒരു ദിവസം 1 വട്ടം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫഫി കുല്ലി ജുമുഅത്തിൻ മറ, ഒരാഴ്ചയിൽ 1 വട്ടമെങ്കിലും ചെയ്യും.
ഫഇല്ലം തഫഅൽ, ഇനി ഒരാൾ വലിയ തിരക്കുള്ള ആളാണ്, അയാൾക്ക് ആഴ്ചയിലും നേരം കിട്ടൂല, അതൊക്കെ വളരെ കുറഞ്ഞ ആളെ ഉണ്ടാവുള്ളൂ. ആഴ്ചയിലും ഇത് ചെയ്യാൻ കഴിയാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവർ ഫീ കുല്ലി ശഹരിൻ മറ, അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാം. ഫഇല്ലം തഫഅൽ, ചില ആളുകൾക്ക് അങ്ങനെയും കഴിയാല, അത്രയും തിരക്കുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക, എങ്കിൽ അവൻ ഫി സനത്തി മറ, കൊല്ലത്തിൽ ഒരിക്കലും ചെയ്യാം.